Hello everyone. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ഒരു ക്വിക്ക് സമ്മറിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൽ ഏതെങ്കിലും ടോപ്പിക്സിന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയ ഡിസ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ ഈ പാട്ടിനെ 12 പാർട്സ് ആയിട്ട് തിരിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമേ കവർ ചെയ്യുള്ളൂ. ഒരു റിവ്യൂ പോലെയാണ് ചെയ്യുന്നത്, ഒരു റിവിഷൻ പോലെയാണ് നമുക്ക് പറയാം. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക ഇതായിരിക്കും, അതായത് സ്റ്റിമുലൈ എന്താണ് അല്ലേ, അതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതേപോലെ ഇൻറ്റേർണൽ സ്റ്റിമുലൈൻ്റെ എക്സാമ്പിൾ, എക്സ്റ്റേണൽ സ്റ്റിമുലൈൻ്റെ എക്സാമ്പിൾ എന്താണത്, അതേപോലെ റിസപ്റ്റേഴ്സ് എന്താണ് അല്ലേ, അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇതെന്തിൻ്റെ പിക്ചറാണ്? ന്യൂറോണിൻ്റെ പിക്ചറാണ് അല്ലേ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഈ പിക്ചർ നിങ്ങൾ വരയ്ക്കാനും മാർക്ക് ചെയ്യാനൊക്കെ നിങ്ങൾ പഠിക്കണം. ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. പിന്നെ ന്യൂറോണിൻ്റെ ഓരോരോ പാർട്സ് നിങ്ങൾക്ക് അറിയാലോ, എന്തൊക്കെയാണത്? ഡെൻഡ്രൈറ്റ് അല്ലേ, ഡെൻഡ്രൈറ്റ് എന്താ ചെയ്യുക? അഡ്ജസൻ ന്യൂറോണിന് ഇമ്പൾസസിനെ സ്വീകരിക്കും. അതേപോലെ ഡെൻഡ്രോൺ എന്ത് ചെയ്യും? ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ്സ് ടു സെൽ ബോഡി അല്ലെങ്കിൽ സൈറ്റോൺ. പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആക്സോൺ. ആക്സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് ആണ് അല്ലേ. അതെന്ത് ചെയ്യും? സെൽ ബോഡിയിൽ നിന്നും ഔട്ട്സൈഡിലേക്ക് ഇമ്പൾസസിനെ കൊണ്ടുപോകും. പിന്നെ ആക്സോണൈറ്റ് ഉണ്ട് അല്ലേ. ആക്സോണൈറ്റ് എന്താ ചെയ്യുക? ആക്സോണിൽ നിന്നും സിനാപ്റ്റിക് നോബിലേക്ക് ഇമ്പൾസസിനെ കൊണ്ടുപോകും. പിന്നെ അവിടെ സിനാപ്റ്റിക് നോബ് ഉണ്ട്. ആക്സോണൈറ്റിൻ്റെ ടിപ്പാണ് സിനാപ്റ്റിക് നോബ്. അതേപോലെ അത് ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിത് പഠിക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫങ്ഷൻസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഫങ്ഷൻ തന്നിട്ട് ആ പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അത് അടയാളപ്പെടുത്താനായിരിക്കും ചോദിക്കുക. അല്ലാണ്ട് എല്ലാം കൂടി ഒരുമിച്ച് വരച്ച് അടയാളപ്പെടുത്താനാവില്ല ചോദിക്കുക. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കും. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഫങ്ഷൻസിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഫ്ലോ ഓഫ് ഇമ്പൾസസ് ആണ് അല്ലേ. അതായത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സൈറ്റോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. അപ്പോൾ ഫ്ലോ ഓഫ് ഇമ്പൾസ് അറിയാലോ, ഇതാണ് ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സൈറ്റോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, ന്യൂറോ ട്രാൻസ്മിറ്റർ, അഡ്ജസൻ നോബ്. അടുത്തത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക അതിലുള്ള മൈലിൻ ഷീത്തിനെ പറ്റിയായിരിക്കും അല്ലേ. ആക്സോണിനെ കവർ ചെയ്ത് കാണുന്ന മൈലിൻ ഷീത്തിനെ പറ്റി. ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു പാർട്ട് അടയാളപ്പെടുത്താനുണ്ടാവും. അപ്പോൾ അതേപോലെ ഇവിടെ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടതാണ് ഇവിടെ കൊടുത്തുള്ളത്. ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കണം ഷ്വാൻ സെൽസ് എന്താണെന്നുള്ളത്. പിന്നെ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്താണെന്ന് പഠിക്കണം. വൈറ്റ് മാറ്റർ എന്താണ്, ഗ്രേ മാറ്റർ എന്താണ്. അതേപോലെ നിങ്ങൾ പഠിക്കണം ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത് എന്താണെന്നുള്ളത്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ ഈ പിക്ചർ തന്നിട്ട് മാർക്ക് ചെയ്യാനും ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നുണ്ടാവും നമ്മൾ ആക്സോണിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ചുറ്റി കാണുന്ന ഒരാളാണ് ഈ മൈലിൻ ഷീത്ത്. ഈ മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ഷ്വാൻ സെൽസ് ആണ്. ഈ ഷ്വാൻ സെൽസ് റിപ്പീറ്റഡ്ലി എൻസർക്കിൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്, മൈലിൻ ഷീത്ത് ഉണ്ടായിട്ടുള്ളത്. പിന്നെ മൈലിൻ ഷീത്തിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഷൈനി വൈറ്റ് കളറാണ് ഉള്ളത്. മനസ്സിലായല്ലോ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈലിൻ ഷീത്ത് നമ്മുടെ നെർവിൽ സ്പെഷ്യലൈസ്ഡ് സെൽസിലാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ, ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത്. ഇനി നമുക്ക് നോക്കാം വൈറ്റ് മാറ്റർ എന്താണ്, ഗ്രേ മാറ്റർ എന്താണെന്നുള്ളത്. വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിലും സ്പൈനൽ കോർഡിലും എവിടെയാണോ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് കാണുന്നത് അത് വൈറ്റ് മാറ്റർ ആണ്. അതേപോലെ നോൺ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് എവിടെയെല്ലാം കാണുന്നു അത് ഗ്രേ മാറ്റർ ആണ്. ഇനി മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ് നോക്കാം. 4 എണ്ണമാണുള്ളത്. അത് 4ഉം ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഒന്ന് ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ആക്സോൺ. അപ്പോൾ കൊടുത്തുള്ള ന്യൂട്രിയൻസ് ആൻഡ് ആക്സോൺ എന്നാണ്, അത് എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ എന്നാണ്. പിന്നെ രണ്ടാമത് ആക്സിലറേറ്റ് ഇമ്പൾസസ്. മൂന്നാമതായിട്ട് ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ പ്രൊട്ടക്ട് ആക്സോൺ ഫ്രം ഇലക്ട്രിക് ഷോക്സ്. ഇലക്ട്രിക് ഷോക്കിൽ നിന്നും ഈ ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ്. അതോടുകൂടി നമ്മൾ ഈ ന്യൂറോൺ എന്നുള്ള ഏരിയ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു ഏരിയയിൽ നിന്ന് പഠിക്കും.
ഇനി അടുത്ത ഏരിയയിലേക്ക് പോകാം. അടുത്തത് ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ന്യൂറോണിൽ ഈ ഇമ്പൾസസ് പോകുന്നത് ഇലക്ട്രിക് ചാർജസിൻ്റെ രൂപത്തിലാണ്. ഇലക്ട്രിക് ചാർജിൻ്റെ രൂപത്തിലാവുന്നതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും, ഒരു പൊളാരിറ്റി ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇമ്പൾസസ് എല്ലാം ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ പൊളാരിറ്റി ഡിഫറൻസ് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് തമ്മിൽ എന്തുണ്ടാവുന്നുണ്ട്, ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് നോക്കുക, ഫിഗർ 1.2a. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പുറത്ത് പോസിറ്റീവ് ചാർജും ഉള്ളിൽ നെഗറ്റീവ് ചാർജുമാണ്. ഇനി 1.2b നോക്കുമ്പോൾ സ്റ്റിമുലസ് അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്റ്റിമുലസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പുറത്ത് നെഗറ്റീവ് ചാർജും ഉള്ളിൽ പോസിറ്റീവ് ചാർജുമായി. അത് സ്റ്റിമുലസ് വന്നതുകൊണ്ടാണ്. ഇനി അടുത്ത പിക്ചറിൽ കാണുന്നുണ്ടാവും ഇതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോണത്. അപ്പോൾ ഇങ്ങനൊരു പൊളാരിറ്റി ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇമ്പൾസസ് ന്യൂറോണിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോണത്. അതാണ് ഈ ഒരു ഏരിയയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പിക്ചർ മനസ്സിലാക്കി വയ്ക്കുക. സ്റ്റിമുലസ് ഇല്ലാത്ത സമയത്ത് പുറത്ത് പോസിറ്റീവ് ചാർജും ഉള്ളിൽ നെഗറ്റീവ് ചാർജുമാണ്. സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് ആവും. ഇത് പെട്ടെന്ന് തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അടുത്തത് പഠിക്കാനുള്ളത് സിനാപ്സിനെ പറ്റിയാണ്. ഡെഫിനിഷൻ ഓഫ് സിനാപ്സ് പഠിക്കണം. അതേപോലെ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ സിഗ്നിഫിക്കൻസ് പഠിക്കണം. ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ എക്സാമ്പിൾസ് പഠിക്കണം. സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു ജംഗ്ഷനാണ്. ഏതൊക്കെ തമ്മിലുള്ള ജംഗ്ഷനാണ്, രണ്ട് ന്യൂറോണുകൾക്കിടയിലുള്ള ജംഗ്ഷനാവാം, അല്ലെങ്കിൽ ന്യൂറോണും മസിൽ സെല്ലും തമ്മിലുള്ള ജംഗ്ഷനാവാം, അല്ലെങ്കിൽ ന്യൂറോണും ഗ്ലാൻഡുലർ സെല്ലും തമ്മിലുള്ള ജംഗ്ഷനാവാം. ഇനി ഈ പിക്ചർ എന്താണെന്ന് പറയുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഇമ്പൾസസ് എന്ത് ചെയ്യാണ്, ഒരു ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബിൻ്റെ അവിടെ എത്താണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, സിനാപ്റ്റിക് നോബിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ സിനാപ്റ്റിക് ക്ലപ്റ്റിലേക്ക് റിലീസാവും. അങ്ങനെ സിനാപ്റ്റിക് ക്ലപ്റ്റിക്ക് റിലീസായി കഴിഞ്ഞാൽ അത് അഡ്ജസൻറ്റ് ന്യൂറോണിൻ്റെ എന്ത് ചെയ്യും, ഡെൻഡ്രൈറ്റ് അതിനെ റിസീവ് ചെയ്യും. അപ്പം സിനാപ്റ്റിക് നോബും ഡെൻഡ്രൈറ്റും, ഒരു ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബും ഒരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും തമ്മിലാണ് അവിടെ ജംഗ്ഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആ അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ആക്കുക എന്നുള്ളതാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇനി എന്തൊക്കെയാണ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അസറ്റൈൽ കൊളൈനും ഡൊപ്പാമിനും. ഇനി ഡൊപ്പാമിൻ്റെ ഡെഫിഷ്യൻസി കാരണം നമുക്കൊരു അസുഖം ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കുക. ആ പാർട്ട് വരുമ്പോൾ നമുക്കത് പറയാം. അടുത്തത് പഠിക്കാനുള്ളത് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആണ്. ന്യൂറോണിൻ്റെ ക്ലാസിഫിക്കേഷൻ, നെർവിൻ്റെ ക്ലാസിഫിക്കേഷൻ, നെർവസ് സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ന്യൂറോൺ? ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ്. മനസ്സിലായോ? നിങ്ങൾ ആ പിക്ചർ നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നുണ്ടാവും. ഇനി വാട്ട് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറോൺ, നെർവ്, നെർവസ് സിസ്റ്റം? അപ്പോൾ ആദ്യം നമുക്ക് നെർവിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സഡ് നെർവ്. അതിൻ്റെ ഫങ്ഷൻസ് ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. സെൻസറി നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്നുള്ള ഇമ്പൾസസ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിലേക്ക് എത്തിക്കും. മോട്ടോർ നെർവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ ഉണ്ടായ ഇമ്പൾസസിനെ വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് എത്തിക്കും. മിക്സഡ് നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആൻഡ് ഫ്രോ മോഷനാണ്. അതായത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൽ നിന്ന് ഉണ്ടായത് നമ്മുടെ ബോഡിക്ക് എത്തിക്കും, അതേപോലെ ബോഡിയിൽ നിന്നുള്ളത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിലേക്ക് എത്തിക്കും. ഇത് നെർവിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇനി ന്യൂറോണിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും ഉള്ളത്. സെൻസറി ന്യൂറോൺ എന്ന് പറയുമ്പോൾ എന്താണ്, വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്നുള്ളത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിലേക്ക് എത്തിക്കും. മോട്ടോർ ന്യൂറോൺ എന്ന് പറയുമ്പോഴോ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്നുള്ളത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് എത്തിക്കും. ഇപ്പോൾ സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, മിക്സഡ് ന്യൂറോൺ ഇല്ല. ഓക്കെ. ഇനി നെർവസ് സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതിൽ രണ്ടാൾക്കാരാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലേ, മെയിൻ ഹെഡിങ്സ്. സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ആൾക്കാരാണ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. പിന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നതോ ക്രേനിയൽ നെർവ്സ് 12 പെയർസ്, സ്പൈനൽ നെർവ്സ് 31 പെയർസ്. ആ പെയറിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുക, പെയർ എഴുതാൻ മറന്നു പോകും. അപ്പം അത് തെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് ക്രേനിയൽ നെർവ്സ് 12 പെയർസ് തന്നെ പഠിക്കണം. സ്പൈനൽ നെർവ്സ് 31 പെയർസ്. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ പാഠത്തിൻ്റെ ലാസ്റ്റ് പോർഷനിൽ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കാനുണ്ട്. നമ്മുടെ എമർജൻസി സിറ്റുവേഷൻസിൽ ആക്ടിവേറ്റ് ആവുന്ന ആളാണ് ഈ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. ഈ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്.
അതും കൂടി നിങ്ങളിവിടെ ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിൽ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ: ന്യൂറോൺ, നെർവ്, അതേപോലെ നെർവസ് സിസ്റ്റം. ഓക്കെ, അടുത്തത് ബ്രെയിനെ പറ്റിയാണ്. ബ്രെയിനിൽ ഈ കാര്യങ്ങളാണ് പഠിക്കുന്നത്: സ്കള്ള്, മെനിഞ്ചസ്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആൻഡ് ഫങ്ഷൻസ്. അത് ഇൻട്രൊഡക്ഷൻ പോർഷനാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബ്രെയിന്, അതിൻ്റെ ലൊക്കേഷൻ എന്താണ്, ഫങ്ഷൻ എന്താണ്, ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് സ്കള്ള് എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിനിന് ഒരു നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന, ഒരു ബോഡി പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ സ്കള്ള് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ബ്രെയിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന വേറൊരാളാണ് മെനിഞ്ചസ്. മെനിഞ്ചസ് എന്ന് പറയുമ്പോൾ ഒരു 3 ലെയേർഡ് ആയിട്ടുള്ള ഒരു മെംബ്രെയിനാണ്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, അതല്ലെങ്കിൽ നമ്മളതിനെ വിളിക്കുക CSF എന്ന് വിളിക്കുക. ഈ CSF ഈ മെനിഞ്ചസിൻ്റെ ഇന്നർ മെംബ്രെയിനിലും അതേപോലെ ബ്രെയിനിലെ ഒരു വെൻട്രിക്കിൾസ് എന്ന് പറഞ്ഞ പാടുണ്ട്, അവിടെ കാണുന്നതാണ് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഇനി ഈ CSFിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നാണ് അറിയേണ്ടത്. CSF എന്ന് പറഞ്ഞാൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. നമ്മുടെ മൈലിൻ ഷീറ്റിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞല്ലോ, അതേപോലെ ഫങ്ഷൻസ് ഓഫ് CSFും കൂടി ഓർത്ത് വയ്ക്കുക. ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ബ്രെയിനിലെ ടിഷ്യൂസിന് കൊടുക്കും. അതേപോലെ ബ്രെയിനിലുള്ള ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ CSF സഹായിക്കുന്നുണ്ട്. അതേപോലെ എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഒന്നും എന്ത് ചെയ്യും, ഈ CSF ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് സ്കള്ള്, മെനിഞ്ചസ്, ഫങ്ഷൻസ് ഓഫ് CSF. ഇനി അടുത്തത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബ്രെയിനാണ്. ലൊക്കേഷനും അതിൻ്റെ ഫങ്ഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, ആ ബ്രെയിനിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബ്രെയിന്? സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. ഇതിൽ എവിടേക്കാണ് സെറിബ്രം മാർക്ക് ചെയ്തിട്ടുള്ളത്, സെറിബെല്ലം എവിടെയാണ്, അതൊക്കെ കറക്റ്റായിട്ട് നോക്കുക. നമ്മൾ അടുത്തത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബ്രെയിനാണ് പഠിക്കാൻ പോകുന്നത്. പിക്ചർ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇനി ഫങ്ഷൻസ് ആണ് നോക്കുക. സെറിബ്രം എന്ന് പറയുന്നത് അറിയുന്നുണ്ടാവും ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്. അതേപോലെ അത് വോളണ്ടറി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് നമ്മുടെ ഈ സെറിബ്രം. അതേപോലെ തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി, ഇമാജിനേഷൻ. TI²M അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ച് വയ്ക്കാം, ഷോർട്ടായിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയത്. എന്തായാലും ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെറിബ്രമാണ്. അതേപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഇതിൻ്റെ ഔട്ടറിൽ ഗ്രേ പാർട്ടും ഇന്നറിൽ വൈറ്റ് പാർട്ടുമാണ്. ഔട്ടർ പാർട്ട് ഗ്രേ കോർട്ടക്സും ഇന്നർ മെഡുല്ല എന്നും നമ്മൾ വിളിക്കുക. ഇതെന്ന് പറയുന്നത് സ്പൈനൽ കോഡിൽ ഇതേമാതിരിയല്ല കാണുന്നത്, പുറത്ത് വൈറ്റും ഉള്ളിൽ ഗ്രേ ആണ്. സ്പൈനൽ കോഡ് പഠിക്കുമ്പോൾ നിങ്ങളത് കാണും. പക്ഷെ സെറിബ്രത്തിൽ പുറത്ത് ഗ്രേയും ഉള്ളിൽ വൈറ്റുമാണ്. ഈ കാര്യങ്ങൾ സെറിബ്രത്തെ പറ്റി പഠിക്കുക. ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ ആണ്. അടുത്തത് സെറിബെല്ലാണ്. സെറിബെല്ലം എവിടെയായിരുന്നു മാർക്ക് ചെയ്തിട്ടില്ല, നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും പഠിക്കാം. ഇത് നമ്മുടെ മസ്കുലർ ആക്ടിവിറ്റീസിനെയും ഇക്വിലിബ്രിയത്തിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അതേപോലെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ ആണ് സെറിബെല്ലം. ഇനി അടുത്തത് മെഡുല്ലയാണ്. മെഡുല്ല എന്ന് പറയുന്നത് നിങ്ങൾ ചിത്രം നോക്കിയാൽ അറിയാം, സെറിബ്രത്തിൻ്റെ താഴെയും സെറിബെല്ലത്തിന് അടുത്തായിട്ടും കാണുന്നതാണ്. ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. ഇനി അടുത്തത് തലാമസ് ആണ്. തലാമസ് എന്നറിയപ്പെടുന്നത് റിലേസിയേഷൻ ആയിട്ടാണ്. സെറിബ്രത്തിന് താഴെയായിട്ടാണ് തലാമസ് കാണുന്നത്. ഹൈപ്പോ തലാമസ്, തലാമസിൻ്റെ അടിയിൽ തന്നെയാണ് ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പിക്ചർ ആലോചിക്കാം. സെറിബ്രം എവിടെയാണ് കാണുന്നത്, വോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു. അതേപോലെ ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് പക്ഷേ മെഡുല്ലയാണ്. സെറിബ്രം മെഡുല്ല നമ്മൾ ചെറിയൊരു ഡിഫറൻസിയേഷൻ കാണിക്കാം. റിലേസിയേഷൻ അറിയപ്പെടുന്നത് തലാമസ് ആണ്. ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹൈപ്പോ തലാമസ് ആണ്. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കുക. അടുത്തത് സ്പൈനൽ കോഡിനെ പറ്റിയാണ്. സ്പൈനൽ കോഡ് എന്ന് പറയുമ്പോൾ മെഡുല്ല ഒബ്ലാങ്കേറ്റ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ആളാണ് നമ്മുടെ സ്പൈനൽ കോഡ്. നമ്മുടെ ബ്രെയിനിലെ പ്രൊട്ടക്ഷൻ പറഞ്ഞപ്പോൾ സ്കള്ള്, മെനിഞ്ചസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിനുള്ള പ്രൊട്ടക്ഷൻ വെർട്ടിബ്രൽ കോളാണ്. വെർട്ടിബ്രൽ കോളും ഉണ്ട്, അതേപോലെ CSFിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, മെനിഞ്ചസിൻ്റെ പ്രൊട്ടക്ഷനും ഇതിനുണ്ട്. ഈ സ്പൈനൽ കോഡിൽ CSF കാണുന്നത് സെൻട്രൽ കനാലിലാണ്.
പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സെറിബ്രത്തിൽ പുറത്ത് ഗ്രേ മാറ്ററും ഉള്ളിൽ വൈറ്റ് മാറ്ററും ആണെന്ന്. പക്ഷേ സ്പൈനൽ കോഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വൈറ്റ് മാറ്റർ ഔട്ട്സൈഡും ഗ്രേ മാറ്റർ ഇൻസൈഡുമാണ്. അത് മാറിപ്പോവാൻ സാധ്യതയുണ്ട്, മാറിപ്പോകരുത്. അടുത്തത് സ്പൈനൽ നെർവ്സ് എന്താണ് എന്നുള്ളതാണ്. നമ്മുടെ ഈ സ്പൈനൽ കോഡ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ സ്പൈനൽ നെർവ്സ്. സ്പൈനൽ നെർവ്സ് എത്ര എണ്ണമാണ്? 31 പെയർസ് ആണ്. നമ്മൾ പഠിച്ചതാണല്ലോ. ഇനി ഓരോ സ്പൈനൽ നെർവും സ്പൈനൽ കോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ ഒന്ന് ഡോർസൽ റൂട്ടും പിന്നെ ഒന്ന് വെൻട്രൽ റൂട്ടുമാണ്. ഈ സെൻസറി ഇമ്പൾസസ് സ്പൈനൽ കോഡിലേക്ക് എത്തുന്നത് ഡോർസൽ റൂട്ടിലൂടെ, മോട്ടോർ ഇമ്പൾസ് പുറത്ത് പോകുന്നത് വെൻട്രൽ റൂട്ടിലൂടെയാണ്. MV എന്ന് ആലോചിക്കുക, മോട്ടോർ വെഹിക്കിൾ MV, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷോർട്ടായിട്ട് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. അടുത്തത് സ്പൈനൽ കോഡിൻ്റെ ഫങ്ഷനാണ്. എന്തൊക്കെയാണത്? നമ്മുടെ റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ് ഉണ്ട്, വാക്കിംഗ്, റണ്ണിങ് എന്നൊക്കെ പറയുന്നത്. അതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ്. അതേപോലെ ഈ സ്പൈനൽ കോഡ് എന്ന് വെച്ചാൽ ബ്രെയിനിൽ കൂടെ പോണ ചില ഇമ്പൾസസിനെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പൈനൽ കോഡ് വഴി പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫങ്ഷൻസ് സ്പൈനൽ കോഡ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് അത് നോക്കാം നമുക്ക്. പിന്നെ ഇതിലൊരു പിക്ചർ ഉണ്ട് കാണിച്ചിട്ടുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടോ, ഈ ഒരു പിക്ചർ ഒരുപാട് പരീക്ഷയ്ക്ക് ഈ ഒരു പിക്ചർ തന്നിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. സെൻട്രൽ കനാൽ എവിടെ മാർക്ക് ചെയ്തിട്ടില്ല നോക്കൂ, ഡോർസൽ റൂട്ട്, അതേപോലെ വെൻട്രൽ റൂട്ട്. ഈ കാര്യങ്ങൾ വെർട്ടിബ്രൽ കോളം, സെൻട്രൽ കനാൽ, സ്പൈനൽ നെർവ്സ്, ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്, ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അടുത്തത് പഠിക്കാനുള്ളത് റിഫ്ലെക്സ് ആക്ഷനെ പറ്റിയാണ്. അപ്പോൾ റിഫ്ലെക്സ് ആക്ഷൻ്റെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്? ആക്സിഡൻറ്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവേർഡ്സ് സ്റ്റിമുലി. എക്സാമ്പിൾ എന്തായിരുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ അറിയാണ്ട് പൊള്ളുന്ന സ്ഥലത്ത് പോയി കൈ തൊടേ, അപ്പം നമ്മൾ പെട്ടെന്ന് കൈ വലിക്കുന്നു, അതേപോലെ മുകളിൽ ചവിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാല് വലിക്കുന്നു, അങ്ങനെയുള്ള ആക്ഷൻസ് ആണ് റിഫ്ലെക്സ് ആക്ഷൻ. അതേപോലെ റിഫ്ലെക്സ് ആർക്ക് ഉണ്ട്, അതായത് റിഫ്ലെക്സ് ആക്ഷനിലുള്ള ഇമ്പൾസസ് പോകുന്ന റൂട്ടാണ് എന്ത്? റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഇനി ചില കേസസിൽ സ്പൈനൽ കോഡ് സെൻട്രായിട്ട് ആക്ട് ചെയ്യും, അതിന് നമ്മൾ സ്പൈനൽ റിഫ്ലെക്സ് എന്ന് പറയുക. പക്ഷെ ചിലപ്പോൾ സെറിബ്രം ആക്ട് ചെയ്യും, അത് സെറിബ്രൽ റിഫ്ലെക്സ് ആണ്. അതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കുക. അതായത് നമ്മുടെ ഐയിലേക്ക് ലൈറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ ഒരു പിക്ചറാണ്. ഈ പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് അത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എല്ലാം നോക്കുക. റിസപ്റ്റർ എവിടെയാണ് മാർക്ക് ചെയ്തിട്ടില്ലേ, സെൻസറി ന്യൂറോൺ എവിടെയാണ്, ഇൻറ്റർ ന്യൂറോൺ എവിടെയാണ് മാർക്ക് ചെയ്തിട്ടില്ലേ, മോട്ടോർ ന്യൂറോൺ എവിടെയാണ് മാർക്ക് ചെയ്തിട്ടില്ലേ, അതേപോലെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ പാത്വേ പഠിക്കുക. അതായത് ആണ്ട് എന്ത് ചെയ്യുന്നു, പൊള്ളണ സ്ഥലത്ത് പോയി കൈ പിടിക്കുകയാണ്, അപ്പം തന്നെ നമ്മൾ കൈ വലിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, റിസപ്റ്ററിലാണ് നമുക്കറിയാം ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുക. ആ സെൻസറി ന്യൂറോൺ എന്ത് ചെയ്യും, അത് സ്പൈനൽ കോഡിലേക്ക് കൊണ്ടെത്തിക്കും. അവിടെ സെൻസറി ന്യൂറോൺ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പൈനൽ കോഡ് ഒരു ഇൻറ്റർ ന്യൂറോൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഈ ഇൻറ്റർ ന്യൂറോണാണ് സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെ കണക്ട് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ ഇൻറ്റർ ന്യൂറോൺ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വേർഡായിരിക്കും അല്ലേ. ഈ ഇൻറ്റർ ന്യൂറോൺ സെൻസറി ന്യൂറോൺ തരുന്ന ഇമ്പൾസസിനനുസരിച്ച് റെസ്പോൺസസ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അത് മോട്ടോർ ന്യൂറോണിന് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി മോട്ടോർ ന്യൂറോൺ എന്ത് ചെയ്യും, ആ സ്പൈനൽ കോഡിലുണ്ടായ ഇമ്പൾസസ് റിലേറ്റഡ് മസിൽസിനോട് പറയും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. പെട്ടെന്ന് കൈ വലിച്ചോ, അതാ പൊള്ളുന്ന സാധനമുണ്ട്, പെട്ടെന്ന് കൈ വലിച്ചോ എന്ന് സ്പൈനൽ കോഡിൽ നിന്ന് ഇമ്പൾസസ് മോട്ടോർ ന്യൂറോൺ വഴി കൊണ്ടെത്തിക്കും. അപ്പോൾ അതൊക്കെയാണ് റിഫ്ലെക്സ് ആക്ഷൻ, റിഫ്ലെക്സ് ആർക്ക്, സെറിബ്രൽ റിഫ്ലെക്സ്. അടുത്തത് പഠിക്കാനുള്ളത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തെ പറ്റിയാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്. നമ്മുടെ എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മൾ പേടിക്കുമ്പോഴോ നമ്മുടെ സാഡ്നെസ്സോ സഡൻ ഫിയറിനെയൊക്കെ സമയത്ത് ആക്ടിവേറ്റ് ആവുന്നതാണ് ഈ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. അതിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. അതായത് എയർനെസ് മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ദാറ്റ് ടേക്ക് പ്ലേസ് ബിയോണ്ട് അവർ കോൺഷ്യസ് ലെവൽ. അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മുടെ ഈ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്. ഈ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിലെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെയും ആക്ഷൻ ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പരീക്ഷയ്ക്ക് അതിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് ആലോചിച്ച് തന്നെ ചില സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ആലോചന എഴുതാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാണ്, ഒരു ഇടുങ്ങിയ വഴി കൂടെ പോവുകയാണ്, ഒറ്റയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പട്ടി കുറച്ച് ചാടി വരിക, അല്ലെങ്കിൽ നമ്മൾ പാമ്പിനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് തന്നെ തോന്നുക
നിങ്ങൾക്ക് ഉണ്ടാവുക. അത് ആലോചിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുമല്ലോ. അപ്പം ഇനി അതേപോലെ ഏതെങ്കിലും ഒരു സിസ്റ്റം പഠിക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അതെന്ന് ആലോചിച്ചാൽ മതി. നിങ്ങളിപ്പോൾ സിമ്പതറ്റിക്കിനെ പഠിച്ചോളൂ. അതാണ് എന്ത് ചെയ്യണം, ആക്ടിവേറ്റ് ആവുന്നത്. പാരാസിമ്പതറ്റിക് അതിനെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരുന്ന ആളാണ്. അപ്പോൾ സിമ്പതറ്റിക്കിൽ എന്തൊക്കെ ഉണ്ടാവുക, നമ്മുടെ കണ്ണിൽ എന്ത് ചേഞ്ച് ഉണ്ടാവുക, പ്യൂപ്പിള് ഡയലേറ്റ് ചെയ്യും അല്ലേ. ഹാർട്ട് ബീറ്റ് എന്തായിരിക്കും ഉണ്ടാവുക, നമ്മൾ പേടിക്കുന്ന സിറ്റുവേഷനിൽ കൂടെയല്ലേ ചെയ്യുക, നമ്മൾ കാട്ടിൽ പെട്ടപ്പെട്ടാന്ന് ഇരിക്കും അല്ലേ. അതേപോലെ തന്നെ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ്ട്രിക് സെക്രീഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം കുറവായിരിക്കും. പൊതുവേ പെരിസ്റ്റാൾസിസ് നോക്കുകയാണെങ്കിലും അതും കുറവായിരിക്കും. പക്ഷെ ഹോർമോണിൻ്റെ ലെവൽ എന്തായിരിക്കും, അത് കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പഠിക്കുക. അതിലുള്ള 1 by 1 ആയിട്ട് നിങ്ങൾ അത് പഠിച്ചു വയ്ക്കുക. സിമ്പതറ്റിക് നിങ്ങൾ പഠിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരസിമ്പതറ്റിക്കാണ് പഠിക്കുന്നത് വെച്ചാൽ അത് പഠിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റത് മാത്രം ഓർത്ത് വയ്ക്കുക. അടുത്തത് നെർവസ് സിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന 3 ഡിസോർഡേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട്, എന്നാലും 3 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി. അൽഷിമേഴ്സ് പറയുമ്പോൾ നമുക്ക് മറവി രോഗം നമുക്ക് പറയാം. എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ അപസ്മാരാണ്. ഈ അൽഷിമേഴ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ന്യൂറൽ ടിഷ്യൂസിൽ ഒരു പർട്ടിക്കുലർ ഇൻസോൾബിൾ പ്രോട്ടീൻ വന്ന് അക്യുമുലേറ്റ് ആയിട്ട് സംഭവിക്കുന്നതാണ്. അതേപോലെ എന്തുണ്ടാകുമെന്ന് വെച്ചാൽ ന്യൂറോൺസ് നശിച്ചു പോകും. അതേപോലെ അവിടെ ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള സിംറ്റംസ് നിങ്ങൾക്ക് ആലോചിക്കുകയാണ്. തന്മാത്രയിലുള്ള മോഹൻലാലിന് ഈ അൽഷിമേഴ്സ് ഡിസീസാണ്. അപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവും മോഹൻലാലിന് എന്ത് ചെയ്യണം, മെല്ലെ മെല്ലെ അദ്ദേഹം മറന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മറക്കാന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അദ്ദേഹം മറക്കുന്നത്. അദ്ദേഹത്തിന് റിലേറ്റീവ്സിനൊന്നും ഓർമ്മിക്കാൻ പറ്റുന്നില്ല. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അദ്ദേഹത്തിന് കറക്റ്റായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെയാണ് എന്തുണ്ടാവുക, അൽഷിമേഴ്സിലുണ്ടാവുക. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതേപോലെ പാർക്കിൻസൺസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാംഗ്ലിയോൺസിൻ്റെ ഡിസ്ട്രക്ഷൻ കൊണ്ടാണെന്ന് പറയാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൊപ്പാമിൻ ഉണ്ടല്ലോ, അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത് ഈ പാർക്കിൻസൺസ് ഡിസീസാണ്. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ബാലൻസ് നഷ്ടപ്പെട്ടും, ഷിവറിങ് ഉണ്ടാവും, നമ്മുടെ മസിൽസിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഇറഗുലർ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള സിംറ്റംസാണ് പാർക്കിൻസൺസിനുള്ളത്. അതേപോലെ എപ്പിലെപ്സിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിലുള്ള ഇലക്ട്രിക് ഇറഗുലർ ഫ്ലോ കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഈ എപ്പിലെപ്സി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ വായിൽ നുരയും പതയൊക്കെ വന്നിട്ട് നമ്മുടെ മസിൽസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മസ്കുലർ കോൺട്രാക്ഷൻസ് വരും. എന്നിട്ട് മെല്ലെ എന്തെന്ന് വെച്ചാൽ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആയിട്ട് വീഴും. അതാണ് ഈ എപ്പിലെപ്സിയിൽ ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള സിംറ്റംസ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ മിക്കവാറും എന്തായിരിക്കും വെച്ചാൽ സിംറ്റംസ് തന്നിട്ട് ആ ഡിസീസ് ഐഡൻറ്റിഫൈ എന്നിട്ട് കോഴ്സ് എഴുതാനായിരിക്കും. ഡയറക്റ്റ്ലി ചോദിക്കാനുള്ള ചാൻസസ് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി പഠിക്കണം. എന്താണ് ആ ഡിസീസ്, അതിൻ്റെ സിംറ്റംസ് എന്താണ്. അതിപ്പോൾ ആ ഒരു പേഷ്യൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നതായിരിക്കാം എന്നുള്ളൊരു അറിവോട് കൂടിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ കാരണം പഠിക്കാം. ഓക്കെ, ഈ ചാപ്റ്റർ ഇപ്പോൾ നമ്മൾ ഓടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. പിന്നെ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അതായത് നമ്മളെന്നും സ്കൂളിൽ പോയി ക്ലാസ്സിലിരുന്ന രീതിയിലാവില്ല നിങ്ങളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനലിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പ് വഴി യൂട്യൂബ് ചാനൽ വഴിയൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ നമ്മൾ ഈ കൊറോണ എന്നുള്ള മഹാമാരിയെ നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നമ്മൾ അതിജീവിക്കും. എല്ലാവരും പോസിറ്റീവായിരിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.